ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് മീൻ പൊള്ളിക്കാനായിട്ട് പോവാണ്. ഒരു മീൻ കിട്ടിയിട്ടുണ്ട്, കരിമീൻ കണക്കൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് പൊള്ളിക്കാമെന്ന്. ഇതിൻ്റെ പേരെന്തോ സിലോപ്പി എന്ന കണ്ടാണ്. എന്താകുമോ എന്തോ, ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഫുൾ എടുക്കാൻ വേണ്ടി പോയി പറഞ്ഞു, നീ എന്തായാലും സാധനം തുറയ്ക്കുമല്ലേ, അപ്പം പിന്നെ നിനക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതിയെന്ന് പറഞ്ഞേ. അമ്മയ്ക്കും മാളുവിനും അപ്പോൾ പുച്ഛം. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ജോലിയും കൂലിയും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഞാനിത് ചെയ്യുന്നത് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ പിന്നെ ചെറിയ ഉള്ളി എന്തായാലും ചെയ്ത് കാണിക്കണം, വാശിക്കെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് വഴട്ടിയേ ആ എണ്ണയിൽ തന്നെ കടുക് വറുത്തിട്ട് വരട്ടിയിട്ട് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ എന്താ ചേർത്തത് മറന്നില്ല, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അതൊക്കെ ചേർത്തേ. യൂട്യൂബ് തന്നെ ശരണം. അങ്ങനെ ഞാൻ പിന്നെ അതിൽ തേങ്ങാപ്പാലം കണ്ടാണ് ഒഴിച്ചത്. ഞാൻ നോക്കിയപ്പോൾ തേങ്ങ പൊതിച്ചാലേ ഉള്ളൂ. ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അച്ഛൻ്റെ വാഴക്കൃഷിത്തോട്ടത്തിലോട്ടൊക്കെ പോയി ഒരു വാഴയില എടുക്കാനായിട്ട് നോക്കി ഞാൻ എടുത്തുകൊണ്ട് വന്നത് ഒരു കീറ്റലായിപ്പോയി. ഇത്രയും ചെയ്തിട്ട് ഞാൻ വാഴയില എടുത്തുകൊണ്ട് വന്നപ്പോൾ അമ്മയുടെ ഡയലോഗ്, നിനക്ക് ഈ വാഴയില ഇത്രയൊക്കെ വാഴയില കടന്നിട്ട് കിട്ടിയോളൂ. ഇതിന് മുമ്പ് ഇതൊന്നും അല്ല പറഞ്ഞത്, എനിക്ക് മാത്രം അറിയാം. ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് ഞാൻ പിന്നെ അതിനങ്ങ് നിറച്ച് കേട്ടോ. നിറച്ചിട്ട് കെട്ടാനായിട്ട് നോക്കിയപ്പോഴോ കെട്ടാനൊന്നും എനിക്ക് പറ്റുന്നില്ല. പിന്നെ മസാല ഗൈസ്, പിന്നെ മസാലയും നന്നായിട്ട് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു മീനെ എടുത്തോളാം കേട്ടോ. പിന്നെ എനിക്ക് കെട്ടാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ പോയിട്ട് ഒരു മെഷീൻ നൂല് എടുത്തുകൊണ്ട് ഞങ്ങൾ ചുറ്റി വെച്ചേ. എന്നിട്ട് ദണ്ടടാ കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ പൊളിച്ചിട്ട് എടുത്തപ്പോൾ പിള്ളേരുടെ റിയാക്ഷൻ നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ കുഞ്ഞതാണ്ട് റിയാക്ഷനൊന്നും ഇല്ല കേട്ടോ. മുത്തിന് ഇഷ്ടപ്പെട്ട കേട്ടോ. കണ്ടോ, നാണം ഇല്ലാതെ രണ്ടെണ്ണം കൂടെ കഴിച്ചിട്ട് കൊള്ളാമെന്ന ഡയലോഗ് നോക്കിക്കോണേ. മാളുവിൻ്റെ റിയാക്ഷനൊക്കെ കണ്ടാൽ ഏതോ കുക്കറി ഷോയിൽ പോയിട്ട് ജഡ്ജായിട്ട് വിളിക്കും പോലെയാണ് രണ്ടെണ്ണം കൂടെ എൻ്റെ രണ്ടെണ്ണം കൂടെ നാണോ ഇല്ലാതെ കമൻറ്റ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്.